അതെനിക്കൊരു ഉള്ളിലൊരു വിഷമം എപ്പോഴും ഉണ്ട്. കാരണം അമ്മയ്ക്ക് അറിയില്ല എനിക്ക് കേസ് കിട്ടിയ കാര്യം. ഇവിടെ റിസൾട്ട് വന്നെന്ന് പറയും. അപ്പം തന്നെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയുക ഫസ്റ്റ് ഇടത്തിലേക്ക് ഫോർത്ത് എടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഇവൻ തുള്ളിച്ചാടി. ഒരു സിനിമയ്ക്ക് പോയിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഐ ലിറ്ററലി വർക്ക് അറൗണ്ട് 18 hours എ ഡേ. ഇവൻ്റെ അഡ്വൈസിൻ്റെ പുറത്താണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി രാജിവെച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോയിൻ ചെയ്തു. ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ഒരാൾ ഡൗൺ ആകുമ്പോൾ മറ്റേ ആളൊന്ന് ബൂസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു ഇമോഷണൽ സപ്പോർട്ട് വലിയൊരു കാര്യമാണ് ഇങ്ങനൊരു പരീക്ഷയ്ക്കൊക്കെ. പ്രത്യേക UPSC അല്ലെങ്കിൽ KS പോലുള്ള പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ആരെങ്കിലും ഒരാൾ നമ്മളെ ചാർജ് ചെയ്യാൻ വേണം. ടൈം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരേപോലെ കിട്ടുന്ന ഒരു സാധനമല്ല. സൈലം IAS ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 വർഷം പിന്നിടുകയാണ്. സൈലം IASൻ്റെ ഏറ്റവും പ്രീമിയം പ്രൊജക്റ്റായി നമ്മളുടെ മുന്നിൽ ഫസ്റ്റ് വന്നത് KSൻ്റെ പ്രൊജക്റ്റാണ്. ആൻഡ് KSൻ്റെ റിസൾട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട് സൈലം IASന് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനം തരുന്ന നിമിഷമാണ്. എന്നാൽ ഇന്ന് നമ്മളുടെ സൈലം IASൻ്റെ സക്സസ് പോഡിയത്തിലുള്ളത് 2 വിശിഷ്ട വ്യക്തികളാണ്. ഈ രണ്ടുപേരെ സംബന്ധിച്ച് ഒരുപാട് സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ സിവിൽ സർവീസസിൻ്റെ റിസൾട്ട് വരുമ്പോഴും PSCയുടെ റിസൾട്ട് വരുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കഥകളുണ്ട്. അതായത് റൂംമേറ്റ്സ് ഒരുമിച്ച് പഠിച്ച് സർവീസിൽ കയറുന്നു, ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവർ സർവീസിൽ കയറുന്നു, ഒരേ നോട്ട്സ് റെഫർ ചെയ്ത്, ഒരേ മെറ്റീരിയൽസ് റെഫർ ചെയ്ത്, ഒരേ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസിന് കീഴിൽ പഠിച്ചിട്ടുള്ളവർ സർവീസിൽ കയറുന്നു. അങ്ങനെ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ലൈഫിൻ്റെ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്തിട്ടുള്ള 2 പേരാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. KSൻ്റെ സ്ട്രീം 3യിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള രജി സാറും അതേപോലെ തന്നെ 4ാം റാങ്ക് നേടിയിട്ടുള്ള അനുപം സാറുമാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. അവരുടെ ഒരു പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു, അവർ മുന്നോട്ട് കൊണ്ടുപോയ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾക്ക് വളരെ വിശദമായിട്ട് തന്നെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സോ വെൽക്കം സർ, വെൽക്കം ടു സൈലം IAS. സർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഓൾറെഡി കേരള ഗവൺമെൻറ് കീഴിൽ BDO ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 പേരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ അപൂർവമായിട്ടാണ് ഇങ്ങനൊരു കഥ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യമൊക്കെ നമ്മളുടെ ആസ്പിരൻസിനിടയിലേക്ക് എത്താറുള്ളത്. കാരണം ഒരേ തരത്തിൽ പഠിച്ച അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള പഠന രീതി ഷെയർ ചെയ്ത 2 പേര് ഒരേപോലെ സർവീസിൽ വലിയ വിജയം നേടുക എന്നൊക്കെ പറയുന്ന അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഏതൊരു പോയിന്റിലാണ് നിങ്ങൾ 2 പേരും കണ്ടുമുട്ടുന്നത്? നിങ്ങളുടെ ആ ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്യുന്നത് ഏത് പോയിന്റ് മുതലാണ് ലൈഫിൽ? ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ BDO പരീക്ഷ റാങ്ക് ലിസ്റ്റ്, ഞാൻ സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തടുത്ത റാങ്കാണ്. ഇവൻ്റെ റാങ്ക് കഴിഞ്ഞ് ജസ്റ്റ് ഇവന് 48 ആണ് റാങ്ക്, എനിക്ക് 49 ആണ് റാങ്ക്. അപ്പോൾ എനിക്ക് ജസ്റ്റ് മുമ്പാണ് ഇവൻ സർവീസിൽ കയറുന്നത്. അപ്പോൾ ഞാൻ അടുത്തടുത്തായിരുന്നു. അവിടെ അടുത്തടുത്തായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ എൻ്റെ സർവീസ് അവിടുന്ന് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസ് രാജിവെച്ച് കേരളത്തിലേക്ക് വന്ന് ജോയിൻ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ ആദ്യം വിളിക്കുന്നത്. അന്ന് കാസർഗോഡ് BDO ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ അഡ്വൈസിൻ്റെ പുറത്താണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി രാജിവെച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോയിൻ ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ടുള്ള പരിചയമാണ്. അതിനുശേഷം ഇവൻ കാസർഗോഡായിരുന്നു, ഞാൻ കണ്ണൂരായിരുന്നു. അപ്പം നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്താണെങ്കിൽ ഒരുപാട് തവണ പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ വളരെ ക്ലോസ് ആവുന്നത് നമ്മുടെ പിന്നെ നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയം നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്തേ, അതുകൊണ്ട് നമ്മുടെ ട്രെയിനിങ്ങൊക്കെ ഒരുമിച്ചായിരുന്നു. ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നല്ല ഫ്രണ്ട്സായി. പിന്നെ നമ്മളൊരു KSൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പറയുമ്പോൾ വന്നില്ല, KS വരാൻ സാധ്യതയുള്ളെന്നുള്ള ഇങ്ങനെ റൂമേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. അത് വരുന്നത് തൊട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ന്യൂസുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ 30 വേക്കൻസി ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ചെറിയൊരു, കാരണം 3 സ്ട്രീമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സ്ട്രീമിനും എത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്തിൽ ആദ്യം ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു 2 വേക്കൻസി മതി, അതുകൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ തൊട്ട് തന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു പ്ലാൻ ഇല്ല. അപ്പോൾ അവൻ പഠിക്കുന്നു, ഞാൻ പഠിക്കുന്നു, നീ പഠിച്ചോ എന്നൊക്കെ ചോദിക്കും, ഞാൻ പഠിച്ചു എന്ന് പറയും. അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. മെയിൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും. അതിന് പ്രിലിംസിന് നമ്മൾ ലീവൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ പരീക്ഷയ്ക്ക് 10 ദിവസം മുമ്പ് ഇവനെടുത്ത്, ഞാനൊരു 10 ദിവസം മുമ്പ് ഞാനും എടുത്തതേ ഉള്ളൂ. അങ്ങനെ പ്രിലിംസും കഴിഞ്ഞു. പക്ഷേ പ്രിലിംസ് ഭാഗ്യത്തിന് എന്തായാലും പ്രിലിംസും വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയി.
മെയിൻസ് വന്നപ്പോൾ മനസ്സിലായി മെയിൻസിന് ഇനി 2 മാസമേ ഉള്ളൂ. മെയിൻസിന് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളൊരു കുറച്ചും കൂടെ ഒന്ന് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിടത്തായിരുന്നു, ഇവൻ ഒരിടത്തായിരുന്നു. അപ്പോൾ ഇതുപോലെ രാത്രിയിൽ 10 മണിക്കൊക്കെ ഇപ്പോൾ ഇവൻ ഫ്രീ ആവുന്നു, ഇവന് കുഞ്ഞുണ്ട്. അപ്പോൾ അവനെ ഉറക്കി കിടത്തിയിട്ട് വേണം നമുക്ക് വീഡിയോ പഠിക്കാൻ വേണ്ടി. അപ്പോൾ രാത്രി 10 മണിക്ക് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യും. ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഉണ്ടാവും, ചിലപ്പോൾ 1 മണിക്കൂർ ഇരിക്കും. ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കും. അവൻ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്കുകൾ എനിക്ക് പറഞ്ഞുതരും. പിന്നെ അങ്ങനെ ആദ്യം നമ്മൾ ഓൾമോസ്റ്റ് സിലബസ് കവർ ചെയ്യാൻ വേണ്ടി ആദ്യം ശ്രമിച്ചു. പിന്നെ അതിന് ശേഷം ക്വസ്റ്റ്യൻസ്. പിന്നെ ഞങ്ങൾ രണ്ടിലും ഒരു 3 ആഴ്ച 4 ആഴ്ച ലീവ് എടുത്തു. അപ്പോൾ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് ഞാനും വന്നു. ചിലയിടത്ത് ചില ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്തു. പിന്നെ ചില ദിവസങ്ങൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ടിരുന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ സൈലത്തിൻ്റെ ഞാൻ മെയിൻ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ഈ അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്യും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. നമുക്ക് ഒരിക്കലും നമ്മൾ കോമ്പറ്റീഷൻ്റെ ഒരു എലമെൻ്റ് ഇല്ലായിരുന്നു. നമ്മൾ അവനാണെങ്കിൽ അവൻ എവിടുന്നെങ്കിലുമൊക്കെ കാണുന്ന പള്ളിയൊക്കെ എനിക്ക് കൊണ്ട് തരും. അതുവരെ എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ എങ്ങനെയായാലും നമ്മൾ അവസാനം ഇപ്പോൾ റിസൾട്ട് മെയിൻസ് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഇടയിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടണം. അയ്യോ ഇത്രയും നമ്മൾ രണ്ടുപേരുടെ കഷ്ടപ്പെട്ടിട്ട് ഒരാൾക്കെങ്കിലും കിട്ടണമല്ലോ എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. 2 പേർക്കും കിട്ടിയതിലും എന്തായാലും വലിയ സന്തോഷം. ഈ യഥാർത്ഥത്തിൽ ഈ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ UPSC ആണെങ്കിലും KS-നാണെങ്കിലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒരു ആസ്പിറൻ്റ് അത്രയും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നവരെല്ലാവരും തന്നെ ഏകദേശം വിത്തൗട്ട് ഒരു എഡ്ജും ഇല്ലാതെ തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാനൊരു 2013 പാസ് ഔട്ടായി. അപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ അറിയാലോ കൂടുതലും മെഡിസിൻ സബ്ജക്ട്സ് ആണ്. അതുപോലെ തന്നെ എനിക്കൊരു മാത്സ് ബാക്ക്ഗ്രൗണ്ടിനോട് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെഡിസിൻ സൈഡിലേക്ക് പോയത്. അതുമാത്രമല്ല ഞങ്ങൾ ലാംഗ്വേജ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സാൻസ്ക്രിറ്റാണ്. സോ ഇറ്റ് വാസ് ലൈക്ക് തുടക്കത്തിൽ ഭയങ്കര സ്ട്രഗിളായിരുന്നു. മാത്സ് ആദ്യം പഠിക്കണം, ആദ്യം BSc പഠിക്കുന്ന സമയത്ത് മാത്സ് ആദ്യം പഠിക്കണം എന്നുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് പഴയ രീതിയിൽ ബ്രഷപ്പ് ചെയ്തെടുക്കണം, അതും ഒരു ഭയങ്കര ചാലഞ്ചായിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞ് നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പഠിച്ച് വന്നു. അതുപോലെ പോയി നിന്ന് കുറച്ച് കാലമൊക്കെ ബുദ്ധിമുട്ടി, കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ അങ്ങനെ വന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അങ്ങനെ അതിന് ബാക്കൗട്ട് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും ആ UPSC ബാക്ക്ഗ്രൗണ്ടിന് നിലവിൽ അങ്ങനെ ഒരു ഡിഗ്രിയുടെ ഒരു കണികയില്ല. ബട്ട് ഇഫ് യു ഹാവ് എ സപ്പോർട്ടിങ് സബ്ജക്റ്റ് വിച്ച് കംസ് ഇൻ ഇറ്റ്, വളരെ നല്ലത്. അത് നിങ്ങൾക്കൊരു പ്ലസ് ആയിരിക്കും. എന്നും പറഞ്ഞ് അതൊരു അത് വിചാരിച്ച് നമ്മൾ ബാക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യവും ഇതിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം പഠിച്ചെടുക്കാം. ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മളത് ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു സാർ എങ്ങനെയാണോ അതിനെ പറ്റി? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഒന്നും വലിയ മാറ്റർ ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പരിപാടീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ടോപ്പ് സ്റ്റോറി ഇങ്ങനെ ടോക്കൊക്കെ കാണും. നമ്മുടെ മാത്രമല്ല ഈ UPSC ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ വരണത്. നമ്മൾ പ്രായം കൂടി വരുന്നവരും മോട്ടിവേഷൻ കുറഞ്ഞു വരുന്നവരോ ഏതൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഇതൊക്കെ കാണാറുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ വളരെ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് അതൊന്നും ഒരിക്കലും ഒരു ഫാക്ടറായിട്ടില്ല. ഇത് പലപ്പോഴും നമുക്ക് ഈ പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിലൊക്കെ ഒരു ടോക്കിംഗ് പോയിൻ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു ചോദ്യം വരും. അത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും മറുപടി പറയാൻ വേണ്ടി നമുക്ക് നേരത്തെ തയ്യാറായിക്കൊണ്ട് വരാമെന്നുള്ളൂ. അല്ലാതെ ഈ നമ്മുടെ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കാരണം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് കൂടുതലും, എൻ്റെ പോലെയുള്ള ആൾക്കാരാണ് ഒരു നിമിഷം പോലും പക്ഷേ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോ മാത്തമാറ്റിക്സോ ഒന്നും UPSCക്ക് ഒന്നും ഓപ്ഷണലായിട്ട് എടുക്കുന്നതായിട്ട് എൻ്റെ കോളേജിൻ്റെ ഗോൾഡ് മെഡലിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി പോലും ആദ്യം ഒരു മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ ട്രൈ ചെയ്തിട്ട് അവസാനം ആന്ത്രോപോളജിയിലോട്ട് മാറിയതിന് ശേഷമാണ് ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പാണ്, പക്ഷെ എന്നാലും പുള്ളിക്ക് പിന്നെ IFS കിട്ടി. അങ്ങനെ കിട്ടിപ്പോയത് അങ്ങനെ ഏറ്റവും ഗോൾഡ് മെഡലിസ്റ്റ് IIT ഗോൾഡ് മെഡലിസ്റ്റ് പോലുള്ള ആൾക്കാർ പോലും അവരുടെ സ്വന്തം സബ്ജക്റ്റ് അല്ല ഫോളോ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലൊന്നും വലിയൊരു ബാക്ക്ഗ്രൗണ്ടിലൊന്നും വലിയൊരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഇല്ല. നമ്മൾ ഈ ഒരു ജേർണി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് കൂടുതലും പഠിക്കാനുള്ളതല്ല ഒരു 12th സിലബസിനുള്ളിൽ വരുന്ന സാധനങ്ങളേ ഉള്ളൂ. ഈവൻ ഓപ്ഷനിൽ മാത്രമാണ് കുറച്ചൊരു അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യുക. പിന്നെ സമൂഹത്തിൽ മൊത്തത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, കറണ്ട് അഫേഴ്സും
ഉള്ള ഒരു ജനറൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ സിവിൽ സർവീസ് ജേർണി മൊത്തത്തിലുള്ളത്. അപ്പം അതിന് വലിയൊരു ഡിഗ്രിയോ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പം ഇതിപ്പം സാഹചര്യവശാൽ ഞാൻ ഓർത്തൊരു കാര്യമാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു UPSC ആസ്പിറൻറ്റ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ കനീഷ് കട്ടാരിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ഇതുപോലെ IIT ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻസിൽ എന്താണ് വ്യത്യാസം എന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു IIT ഗ്രാജുവേറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഏകദേശം അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് തന്നെ എത്താലേ, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഒരു വലിയ ഞാൻ പറഞ്ഞ ഇതാണ് ഏറ്റവും വലിയ. ഞാൻ പറഞ്ഞ UPSC ആസ്പിറൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഒരു സമയത്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും UPSCക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയും. കാരണം UPSC പഠിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം എന്താണ്, നമ്മുടെ പോളിറ്റി എന്താണ്, നമ്മളെന്താണെന്നൊക്കെ ഉള്ളൊരു ബോധം ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഒരു നമ്മൾ അത്രയും കാലം പഠിച്ച വിദ്യാഭ്യാസത്തിലൊന്നും കിട്ടാത്ത കുറേ കാര്യങ്ങൾ, കുറേ പെർസ്പെക്റ്റീവ് സമൂഹത്തെക്കുറിച്ചും സ്വയം നമ്മുടെ ജെൻഡർ പെർസ്പെക്റ്റീവ്, നമ്മളിപ്പോൾ ഒരാണാണെങ്കിൽ മറ്റ് ജെൻഡറുകളെ നമ്മൾ കാണുന്ന രീതിയൊക്കെ മാറും. ഒരു നല്ല മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് UPSC പ്രിപ്പറേഷൻ. അതുകൊണ്ട് ഏത് മനുഷ്യനാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് UPSC പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മൊത്തത്തിലുള്ള ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ്ങിനെങ്കിലും അഡ്ജസ്റ്റ് നമുക്ക് കിട്ടും ആ വഴി. സാർ, ഇപ്പോൾ ഞാൻ ഒരു കാര്യം, ഹൗ ഗുഡ് ഐ വാസ് ഇൻ നോളജ് എന്നുള്ളത്, ഞാനൊരു പ്രാവശ്യം എൻ്റെ ഹൗസൻസി സമയത്ത് നമുക്ക് മെൻ്റൽ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് പോസ്റ്റിംഗ് ഉണ്ട്. ആ സമയത്ത് അവിടെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്ക് പിന്നെ പുള്ളി വയലൻ്റായി. അപ്പോൾ നമ്മൾ സീനിയർ ഡോക്ടറുണ്ട്, പുള്ളി ബെല്ലടിച്ച് ആളെ വിളിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ മുഖത്തൊക്കെ ഒരു ചോദ്യം ചോദിച്ചേട്ടാ, വിളിച്ചു, നിനക്ക് ഇന്ത്യയുടെ ഗവർണർ ആരാന്നറിയാമെന്ന്. ഇങ്ങനെ ആലോചിച്ചേടാ, ഞാൻ എന്ത് മണ്ടനെ, ഇത്രയും കാലമായിട്ട് ഞാൻ ഇന്ത്യയുടെ ഗവർണർ എനിക്ക് ആരാണ്. കുറേ നേരം എടുത്തിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇന്ത്യയുടെ അങ്ങനെ ഒരു പോസില്ലല്ലോ. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ബേസിക് ആ ഒരു രീതി. മനസ്സിലായി സാർ. പിന്നെ ഈ ഇപ്പം നിങ്ങളുടെ ഇത്രയും നേരത്തെ കോൺവെർസേഷനിൽ തന്നെ നമ്മൾ ആക്ച്വലി KSൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളെല്ലാവരും വാചാലരാകുന്നത് നിങ്ങളുടെ UPSC പ്രിപ്പറേഷൻ കാലഘട്ടത്തെ പറ്റിയാണ്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച്. നമ്മളുടെ ആ ഒരു പ്രിപ്പറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും വിലമതിക്കാനാവാത്ത തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയും ലൈഫിനെ പറ്റിയുള്ള, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ഈ UPSC പ്രിപ്പറേഷൻ ഏത് തരത്തിലാണ് KSനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അതൊരു ഒരു 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 പാരഡൈം ഷിഫ്റ്റ് തന്നെ നമ്മുടെ PSC എക്സാംസിൽ വന്നിട്ടുണ്ട്. ഇത് KSന് ശേഷം നമ്മളൊക്കെ KSന് മുമ്പുള്ള PSC എക്സാംസ് എഴുതിയിട്ടുള്ള ആൾക്കാർ, അതിൽ നിന്നൊക്കെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഇപ്പോൾ KSൽ വന്നിട്ടുണ്ട്. എക്സാംസിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും എക്സാംസിന് ചോദിക്കുന്ന ചോദ്യം അനലിറ്റിക്, പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു റോട്ട് നോളജ് ആണ് പണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, വളരെ അതങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം മാറിയിട്ട് കുറച്ചുകൂടി അനലിറ്റിക്കൽ ലെവലിൽ കുറച്ചുകൂടി പറഞ്ഞ പോലെ UPSC പോലുള്ളൊരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് PSC എക്സാംസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് KS ആണ് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് വന്നിട്ടുള്ള എക്സാം. KSന് ശേഷമുള്ള എക്സാമുകളും മുന്നുള്ള എക്സാമുകളും എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ ഒരു UPSC ഓറിയൻറ്റേഷനിലേക്ക് കേരള PSC വന്നതുകൊണ്ട് തന്നെ KS ആണെങ്കിലും മറ്റ് ഇതുപോലെ കേരള PSC എക്സാംസ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് UPSC ആയിട്ടുള്ള ആസ്പിറൻസിന് ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു KS കിട്ടിയേക്കുന്ന സ്ട്രീം 1-ലാണെങ്കിലും മറ്റുള്ളിടത്ത് എല്ലാവരും UPSC ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് കൂടുതലും കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഇപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഫാക്ട് തന്നെയാണ്. സാറിന് എന്താ തോന്നുന്നത്, KSൻ്റെ പ്രിപ്പറേഷൻ UPSC പ്രിപ്പറേഷൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? എനിക്കിത് തന്നെ ആഡ് ചെയ്യാനുള്ളത്. നമ്മളിപ്പം അതിനുശേഷം ഞാൻ നോക്കിയിട്ട് KS വന്നപ്പോഴത്തേക്ക് ഒരു അനലിറ്റിക്കൽ ലെവലിലേക്ക് വന്നു. എക്സാംസ് മാറി. ആ ഒരു അനലിറ്റിക്കൽ ലെവൽ ഈവൻ ക്യാൻ ബി സീൻ ദ മെയിൻസ് എക്സാം ഓൾസോ. അതിലും ഒരു അനലിറ്റിക്കൽ ലെവലാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്കിത് അറിയാമോ എന്നുള്ളതിനുപരി നിങ്ങൾക്കിതിൽ എന്ത് തോന്നുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. ആ ഒരു പെർസ്പെക്റ്റീവ് നേരത്തെ രജീഷ് പറഞ്ഞ പോലെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറുന്നതിൻ്റെയോടൊപ്പം നമ്മൾ അവിടെ തന്നെ വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക്, അതായത് ആ ഒരു പെർസെപ്ഷൻ ഉള്ളവർ മതി എന്നുള്ള രീതിയിലേക്ക് മാറി. ഈവൻ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സെക്രട്ടറി റെസിഡൻറ്റ് എക്സാം വരെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ സ്റ്റഡി റൂമിൽ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ അത് ഒക്കെ ഗംഭീരമായ രീതിയിൽ മാറി, ക്വസ്റ്റ്യൻസൊക്കെ മാറി. ദാറ്റ് മേക്സ് വളരെ സെലക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഏബിളായിട്ടുള്ള ആൾക്കാർ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ എക്സാംസ് മാറി എന്നുള്ളതാണ്. വളരെ സെലക്റ്റീവ് ഇൻ ദ സെൻസ് നമുക്കിപ്പോൾ പറയുന്ന പോലെ UPSC ഉൾപ്പെടെ പ്രിപ്പയർ ചെയ്യുന്നവർ കൂടുതലാകുമ്പോൾ അവരുടെ ഒരു ഹ്യൂമൻ സൈഡ്
ബ്രൈറ്റ് ആയിരിക്കും എന്നുള്ളതായിരിക്കാം ഈ ഒരു പെർസ്പെക്റ്റീവ്. UPSC മാറി UPSC ഈസ് ദ മദർ ഓഫ് ഓൾ എക്സാംസ് എന്ന് പറയുന്നത് പരിധി വരെ ശരിയാണ്. UPSC നമ്മൾ ഒരു ബ്രോഡ് റേഞ്ച് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. അപ്പം മറ്റ് എക്സാംസിലൊക്കെ ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ഇപ്പോൾ ഞാൻ പണ്ട് കാലത്തുള്ള UPSC പ്രിപ്പറേഷൻ ഉറപ്പായിട്ടും എനിക്ക് ഇപ്പോഴത്തെ കേസിന് എനിക്ക് സഹായിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അത് എപ്പോഴേലൊക്കെ നമുക്ക് ഒരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ടാവും, അത് നമുക്ക് എപ്പോഴേലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അത് മെയിൻസിന് പ്രത്യേകിച്ച് അത് ഹെൽത്തിൻ്റെ പ്ലസ് ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമ്മുടെ എന്താണ് കാണുന്നത്, അല്ലെ ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് എഴുതുന്നു, അത് കഴിഞ്ഞ് അതിനെന്താണ് കാണുന്നത്, അത് കഴിഞ്ഞ് അതിനെന്താണ് സൊല്യൂഷൻ ഇഫ് അതെ ആസ്ക് ഇറ്റ്. അങ്ങനെ ആ ഒരു പാറ്റേണിൽ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു UPSC പാറ്റേൺ തന്നെയാണ് അത്. സർ, പിന്നെ ഈ നമ്മളുടെ ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു വലിയ ചലഞ്ച്, അതിപ്പം UPSC എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിലാണെങ്കിലും ഈവൻ AISൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും മറ്റ് PSC പരീക്ഷകളുടെയൊക്കെ സമയത്താണെങ്കിൽ പോലും ഈ പല ആസ്പിറൻസിനെ സംബന്ധിച്ചും അവരുടെ ഒരു ഫാമിലി സാഹചര്യങ്ങൾ, കുടുംബ സാഹചര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സ്റ്റിൽ അവരുടെ കുടുംബപരമായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല. അതിനെപ്പറ്റി നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. ഇപ്പം സാറിനോട് സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ടോട്ടലി UPSC ഓറിയൻറ്റഡ് ആയിട്ട് മാറി. അതായത് വളരെ ചുരുക്കം സമയം ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഉത്തരങ്ങൾ എഴുതുക, ഇവാലുവേറ്റ് ചെയ്യിക്കുക, ഇതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ഫ്രീ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാറിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഈ പ്രിപ്പറേഷനായിട്ട് സാർ കണ്ടു എന്നുള്ളതാണ് ശരിക്കും. എങ്ങനെയായിരുന്നു സാർ ആ ഒരു ചലഞ്ചിനെ മീറ്റ് ചെയ്തത്? അത് ഇനീഷ്യലി എന്നെ ആസ്പയർ ചെയ്ത എൻ്റെ വൈഫ് തന്നെയാണ്. ആദ്യം തുടക്കത്തിൽ പറഞ്ഞു കിട്ടും, കുറച്ച് സീറ്റ്സേ ഉള്ളൂ, നോക്കല്ല എന്നാലും നോക്കാം, ഒരു സീറ്റ് മതിയല്ലോ. അതുപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കുറേ പേരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അതുപോലെ രജീഷ് ആയാലും തുടക്കത്തിൽ എന്നെ ഒരുപാട് ആസ്പയർ ചെയ്തു. പ്രിലിംസ് വരെ ഒരു വലിയ ഇഷ്യൂ ഇല്ലാതെ പോയി ആക്ച്വലി. അതിനുശേഷം എൻ്റെ അമ്മയ്ക്ക് വയ്യായിക വന്നു, ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്യൂ വന്നതിന് ശേഷം നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അമ്മയാണെന്നുള്ളത്. അമ്മ മാത്രമല്ല അച്ഛനും എല്ലാവരും ഉണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ വൈഫ് വേറെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, വേറെ ജില്ലയിലാണ്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം ഒരുപാട് ഇൻവോൾവ് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ വന്നൊരു കാലഘട്ടത്തിൽ അമ്മയ്ക്ക് അങ്ങ് പെട്ടെന്ന് വയ്യാണ്ടായി പ്രിലിംസ് കഴിഞ്ഞപ്പോഴത്തേക്ക്. ആൻഡ് ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. വീട്ടിലെ ഡെയിലി സ്റ്റോർസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നടക്കുന്നില്ല. പിന്നെ കുഞ്ഞുമുണ്ട്, കുഞ്ഞിൻ്റെ കാര്യങ്ങളും നോക്കണം. അപ്പം അങ്ങനെ വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു, ഷിഫ്റ്റ് ചെയ്ത് തിരിഞ്ഞു കൊണ്ടുവരുന്നു, വൈകുന്നേരം കൊണ്ടുപോകുന്നു. അപ്പം ആദ്യത്തെ സമയത്തൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര ഇതാണ്, കണ്ടിട്ടില്ല, ഒരു മിനിറ്റ് പോലും ഉണ്ടായിരിക്കാത്ത ആളാണ്. അപ്പം ആ സമയത്ത് ഞാൻ ആദ്യമൊക്കെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകുമായിരുന്നു. അപ്പം അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോഴത്തേക്കും അത് നടക്കാതെ നിർത്തിയില്ലാതെ. അപ്പം ആ സമയത്ത് ആദ്യമൊക്കെ ഇദ്ദേഹം കരയുമായിരുന്നു. ഞാൻ പിന്നെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എന്തോ സീരിയസ് ആയിട്ടൊരു കാര്യം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവൻ എന്നോട് ചോദിച്ചാൽ അച്ഛാ പരീക്ഷ എപ്പോൾ തീരുമെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും കുറച്ച് കാലം എടുക്കും മകളെ, എന്നാലും നോക്കാം എന്ന് പറയാം. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അച്ഛാ പോണില്ലേ പഠിക്കാൻ, അച്ഛൻ പോയിട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ പറയുന്ന ഓഫീസ് ടൈം കഴിഞ്ഞൊരു ചിലപ്പോൾ നമ്മുടെ ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞൊരു അരമണിക്കൂറൊക്കെ നമുക്കിപ്പം ക്ഷീണമൊക്കെ കാണും. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കൊരു കിട്ടുന്ന ഒരു 10 മിനിറ്റ് നമ്മളൊരു എസ്പെഷ്യലി മെയിൻസിനാണ് ഞാൻ ഈ സ്ട്രഗിൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻസിൻ്റെ സമയത്ത് നമുക്കൊരു 10 മിനിറ്റ് കിട്ടിയാൽ നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാകും, നമ്മൾ മനസ്സ് മാറ്റി വെച്ച് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞതാണ്, എടാ നിനക്കിപ്പം ഇതൊരു ലക്ഷ്യമാണ്, നീ അതിലേക്ക് ചാനലൈസ് ചെയ്യും, ചാനലൈസ് ചെയ്യും, അത് ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റർടൈൻമെൻറ്റ്. പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്ക് പോയിട്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഐ ലിറ്ററലി വർക്ക് അറൗണ്ട് 18 hours എ ഡേ. ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ഏകദേശം ഒരു 3000-ഓളം ക്വസ്റ്റ്യൻസ് ഈസി എഴുതുകയും ചെയ്തു. അപ്പോൾ ആ 10 മിനിറ്റ് കിട്ടുമ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ എഴുതും. പക്ഷേ ചിലപ്പം പോകുന്ന വഴിക്ക് ഒരു മീറ്റിംഗ് ആയിരിക്കും, മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന ഒരു ഗ്യാപ്പ് കിട്ടും, ഒരു 40 മിനിറ്റ്സ് നമുക്ക് എടുക്കാമല്ലോ. ആ 40 മിനിറ്റ്സിൽ ഞാൻ ഒരു 15 മിനിറ്റ് ഇതിന് മാറ്റി വെക്കും. ഞാൻ 25 മിനിറ്റ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഭക്ഷണം കഴിക്കും. ആ രീതിയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് രാത്രി വന്ന് ഇതുപോലെ അമ്മയുടെ കാര്യങ്ങളും നോക്കി ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകും. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അദ്ദേഹം. 11:11:30 ആകുമ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോവും. അടുത്ത ദിവസം രാവിലെ ഇദ്ദേഹത്തിന് ശബ്ദം ഉണ്ടാക്കാതെ എണീച്ച്
ഇപ്പോൾ ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ ഒരു അരമണിക്കൂറേ കിട്ടുള്ളായിരിക്കും, പക്ഷേ ആ അരമണിക്കൂർ നമ്മൾ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കുറച്ചധികം ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഓഫീസിലും ചാലഞ്ചസ് കൂടുതലായിരുന്നു. തുടക്കത്തിലൊരു ഇത്തിരി ഹെക്റ്റിക് ആയിരുന്നു. കുറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പീരീഡാണ്. അപ്പം എനിക്ക് അല്ലെങ്കിൽ ഇനി ഭാവിയിലുള്ള കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ ടൈമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരേപോലെ കിട്ടുന്ന ഒരു സാധനമല്ല, അല്ലേ? ടൈമെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പല സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് കിട്ടാത്തൊരു സാധനമായി മാറും. നമുക്കിപ്പോൾ കിട്ടുന്ന സമയമാണ് ഏറ്റവും പ്രഷ്യസ്. നമുക്ക് കിട്ടുന്ന ആരോഗ്യം, നമ്മുടെ കിട്ടുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ സമയം, നമുക്ക് പഠിക്കാനെടുക്കുന്ന സമയം, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഇപ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിമം ടൈമിൽ നമ്മൾ എടുക്കണം. ഇപ്പോൾ ഇത് നമുക്ക് രണ്ടും ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം. എൻ്റെ വർക്ക് ബാലൻസ് ചെയ്യണം, ഫാമിലി ബാലൻസ് ചെയ്യണം, ഇതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അതും ബാലൻസ് ചെയ്യണം. അപ്പം ഏറ്റവും തമാശ എന്ന് വെച്ചാൽ, എനിക്ക് മെയിൻസ് കിട്ടിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് മെയിൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന അവസ്ഥയിലല്ലായിരുന്നു. സ്റ്റിൽ ഷീസ് നോട്ട് ഓക്കെ. അപ്പം ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ അതെനിക്കൊരു ഉള്ളിലൊരു വിഷമം എപ്പോഴും ഉണ്ട്. കാരണം അമ്മയ്ക്ക് അറിയില്ല എനിക്ക് കേസ് കിട്ടിയ കാര്യം. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആദ്യം പറഞ്ഞത് അമ്മയാണ് പറഞ്ഞത്, കിട്ടും. ഒരു മിനിറ്റ് ഉണ്ടായിരുന്ന പറയും, നീ എന്താ പഠിക്കാത്ത ഞാൻ പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴും അവർക്കറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു എക്സാം കിട്ടിയിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാൻ മെയിൻസ് ക്ലിയർ ചെയ്യും. പക്ഷേ എന്താ പറയുക, അത് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതൊരു ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആയാലും, ഇപ്പം എൻ്റെ ഈ സ്റ്റഡി റൂമിലുണ്ടായിരുന്ന കുട്ടികളായാലും, പ്രവീൺ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, ജാസി എന്ന് പറയുന്നൊരു കുട്ടി, അപ്പോൾ ഒരുപാട് പേര്, ഗോവിന്ദ് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്, പിന്നെ രജീഷ് പറയും, കുഴപ്പമില്ല, നീ വിഷമിക്കണ്ട, നമ്മൾ PhD ആയിരുന്നല്ലോ, അപ്പോൾ മെയിൻസിൻ്റെ സമയത്ത് പറയും, നീ വിഷമിക്കണ്ട, ഞാൻ ഇത്രയും ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറയും, എനിക്കൊരു ഇതാണ് അത്, കാരണം എനിക്ക് ടൈം ലിമിറ്റ് കാരണം ഞാൻ പറയും, എന്നാൽ ഞാനും ഒരു 5 ടോപ്പിക് എടുക്കാം. അപ്പോൾ ഇവൻ ചിലപ്പോൾ 10 ആയിരിക്കും, ഇവൻ 10 ചെയ്യുമ്പോൾ ഞാൻ 5 ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നമ്മുടെ ഇടയിലൊരു വിഷയമല്ലായിരുന്നു. നമ്മളവിടെ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാനൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ പലപ്പോഴും കൂടുതൽ ലോഡ് ഇവനായിരിക്കും, രജിഷനായിരിക്കും. അപ്പം എന്നിരുന്നാലും അത് ഒരു പരാതിയോ പരിഭവോ ഇല്ലാതെ. അപ്പം ഈ പറഞ്ഞ പോലെ വള്ളി കേസ് ഞാൻ കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കിയിട്ട്, ഇത് നല്ല ക്വസ്റ്റ്യനാണ്, ഇത് കൊടുത്തിട്ടാന്ന് ചോദിക്കും, ഇത് അറിയാമോ എന്ന് ചോദിക്കും. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ കീഴടങ്ങും. അപ്പോഴത്തേക്കും പറയും, എടാ ഇല്ല എന്താ പറയാം, നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്ത് പറയും. പക്ഷേ എനിക്ക് കിട്ടിയ എക്സ്പോഷർ, നമ്മൾ ഈ PhD വന്നു എനിക്ക് കിട്ടിയ എക്സ്പോഷർ എന്ന് വെച്ചാൽ, നമ്മൾ 2 പേര് പഠിക്കുക, നമ്മൾ 2 പേര് നമുക്ക് വേണ്ടി തന്നെ പഠിക്കുക. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ കുറേ വൈഡ് റേഞ്ച് ടോപ്പിക്സ് കിട്ടും. അപ്പോഴും ഞാൻ ഇവൻ്റെ അടുത്ത് എപ്പോഴും കളിയാക്കി പറയും, നിനക്ക് ഫസ്റ്റ് ആണെങ്കിൽ എനിക്ക് സെക്കൻഡ്, അതെങ്കിലും കിട്ടണം. അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ പറയും, ഇത്തിരി അഹങ്കാരത്തിൽ പറയും, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ്, നിനക്ക് സെക്കൻഡ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഹി ഗോട്ട് ദാറ്റ് ഫസ്റ്റ് റാങ്ക്. ഈ ശരിക്കും സെൽഫ്ലെസ് ആയിട്ട് നമ്മളൊരു പിയർ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ സാർ? മെയിൻസിലുണ്ടായിരുന്ന അതിന് ഇൻ്റർവ്യൂവിലും നമ്മൾ അങ്ങോട്ട് ഞാനിരുന്ന് ഇവൻ്റെ മൂക്കെടുക്കും, ഇവനിരുന്ന് എൻ്റെ മൂക്കെടുക്കും. അതത്ര പെർഫെക്റ്റ് ആകത്തില്ല, കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് പരിചയം ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ആക്ച്വൽ സിനാരിയോ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞാനിരിക്കുന്ന ശരി. അപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലുള്ളപ്പോൾ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, അവർക്ക് ഒരു മറ്റുള്ളവരെ ചിലപ്പോൾ അങ്ങനെ പറയത്തില്ല. ഇവനാണെങ്കിൽ പറയാം, നീ എന്തിരിപ്പായിരിക്കുന്നു, മര്യാദയ്ക്കൊന്നും ഇരിക്കുന്നവരെ ആ രീതിയിൽ അല്ലെങ്കിൽ പറയുന്നു, ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ ഓടിച്ചു വിടുമെന്ന് പറയും. അപ്പം അങ്ങനെ ബ്ലണ്ടായിട്ട് തന്നെ നമ്മൾ പറയുന്നതിനകത്തിൽ നമ്മൾ ചെയ്യുന്നതിനകത്തിലുള്ള ക്രിറ്റിസിസം ആണെങ്കിലും കിട്ടുമ്പോൾ അതൊരു നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. വേറെ ആർക്കും ചിലപ്പോൾ നമുക്ക് നമ്മളോട് അങ്ങനെ പറഞ്ഞുതരാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, അങ്ങനെ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ ഈ പറയാം. പിന്നെയുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് നമുക്ക്, കാരണം പലപ്പോഴും പ്രത്യേകിച്ച് ഈ വേക്കൻസി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ നമ്മൾ ചെയ്യുന്ന പരിപാടി വെറുതെ ആണോ എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഇത് ഇത്രയും മെനക്കെട്ടിട്ട് എന്ത് വേള അവസാനം ഒന്നും കിട്ടാതാകുമോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് സ്വയമെങ്കിലും വരും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കിടക്കുക, എന്തുമായാലും ഇനി 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ 2 മാസം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ചെയ്യാനുള്ള ചെയ്യാം. നമുക്ക് ഇപ്പം റിസൾട്ടൊന്നും നമുക്കിപ്പോൾ ആലോചിക്കേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 2 മാസം ഒന്ന് പഠിക്കാം, അതിനുശേഷം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറയും. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരാൾ ഡൗൺ ആകുമ്പോൾ മറ്റേയാളൊന്ന് ബൂസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഇമോഷണൽ സപ്പോർട്ട് വലിയൊരു കാര്യമാണ് ഇങ്ങനൊരു പരീക്ഷയ്ക്കൊക്കെ, പ്രത്യേകിച്ച് UPSC അല്ലെങ്കിൽ KS പോലുള്ള പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്കൊന്ന് ആരെങ്കിലും ഒരാൾ നമ്മളെ ചാർജ് ചെയ്യാൻ വേണം. പിന്നെ ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇടയ്ക്ക് പറയാൻ, ഇത് നമ്മൾ 2 ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇവനും കിട്ടത്തില്ലായിരുന്നു, എനിക്കും കിട്ടത്തില്ലായിരുന്നു വരെ.
അത് സാധ്യതയുണ്ട്, കാരണം അത്രയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ആവാൻ പറ്റിയിട്ടുണ്ട്. സാർ പിന്നെ നമ്മൾ ഇന്നലെ രജേഷ് സാറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 8-7:30 ശേഷമൊക്കെയാണ് നമ്മൾ എത്തുന്നത്, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി വഴിയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാനും നമ്മളുടെ അക്കാഡമിക് ഹെഡ് അസീം സാറും ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വഴിയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ സാർ പറയുന്നുണ്ട് ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഈ 8 മണിക്ക് ഓഫീസിലേക്ക് ചെന്നാൽ മതി. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഈ 8 മണിക്കൊക്കെ ആണെങ്കിൽ ഓഫീസിലേക്ക് ചെന്നിട്ട് കാര്യം ഉണ്ടാവില്ലായിരിക്കും. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും നേരം അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ചും ഒരു കേരള ഗവൺമെൻറ് ഓഫീസർ അത്രയും സമയം അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ പോകാം, 5 മണിക്ക് വീട്ടിൽ പോകാം എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ധാരണ. പക്ഷേ അദ്ദേഹം ഓഫീസിൽ തന്നെയുണ്ട്. അപ്പോൾ സാർ നമ്മളോട് പറയുന്ന ചില ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസങ്ങളിൽ ചിലപ്പോൾ 12 മണിക്കാണ് പോവുക എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് സാർ ഈ വർക്ക് എങ്ങനെ ബാലൻസ് ചെയ്തു? അതായത് ഈ പ്രിപ്പറേഷൻ ഇവിടെ ഒരു ഹെക്റ്റിക് ടാസ്ക്, അവിടെ അതിലും വലിയൊരു ഹെക്റ്റിക് ടാസ്ക് ആണെന്ന് നമ്മൾ ഇന്നലെ അവിടെ വന്നപ്പോൾ കണ്ട് മനസ്സിലാക്കി. എങ്ങനെയാണ് ഇതൊന്ന് ബാലൻസ് ചെയ്തത്? അത് LSTD വകുപ്പിൻ്റെ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ജനപ്രതിനിധികളുണ്ട്, നമ്മൾ നേരിട്ട് നമുക്ക് മുന്നിൽ ഭരണസമിതിയുണ്ട്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ വന്ന ദിവസം നമുക്ക് പദ്ധതി സമർപ്പിക്കേണ്ട ലാസ്റ്റ് ദിവസമായിരുന്നു. അതുകൊണ്ട് അത് രാത്രി 12 മണിക്ക് മുമ്പ് സമർപ്പിക്കണം. അതുകൊണ്ട് സൈറ്റ് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാത്രി 12 മണിക്കാണ് സമർപ്പിച്ചത്. ഇന്നലെ അത് 12 മണിയായി. അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങൾ വരും നമുക്ക്. അപ്പം എനിക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുള്ളത്, ഒന്ന്, ഇതിന് ഞാൻ പ്രിപ്പറേഷൻ സമയത്ത് എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഓഫീസിലെ ബാക്കിയുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ ഒരു സപ്പോർട്ട്, ഞാൻ ഇടയ്ക്ക് ലീവ് എടുത്തപ്പോഴാണെങ്കിലും അതിൻ്റെ ഒരു അഭാവം അവിടെ ഉണ്ടാവാത്ത രീതിയിൽ അവർക്കതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. പിന്നെ രണ്ടാമത് എൻ്റെ ഭരണസമിതി എനിക്ക് വളരെ കോർഡിയലായിട്ടുള്ള ഭരണസമിതിയായിരുന്നു. ഇതുപോലെ ലീവ് എടുക്കാനൊക്കെ അവർക്ക് ഇലക്ഷൻ വർഷമാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാനിങ്ങനെ ലീവ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ പോയിട്ട് പഠിച്ചിട്ട് എന്നുള്ള രീതിയിലാണ് പ്രസിഡൻറ്റും എല്ലാം പറഞ്ഞത്. അതുപോലെ എൻ്റെ സീനിയർ ഓഫീസർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ JD അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് സാർ ഒരു ദിവസം നമ്മുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പോൾ, ഞാനന്ന് കേസിന് ഒരു 2-3 ആഴ്ച മുമ്പാണ്, സാറ് നീ ഇതുവരെ ലീവ് എടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു ഇല്ല സാർ, അപ്പോൾ പെട്ടെന്ന് ലീവ് എടുത്തിട്ട് പോയി പഠിക്കുക. അങ്ങനെ പറയുന്ന സീനിയർ ഓഫീസേഴ്സും ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയതിൻ്റെ ഒരു വലിയ ഭാഗ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈം എങ്ങനെയൊക്കെയാലും പറഞ്ഞ പോലെ തന്നെ കുറവാണ്. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ രാവിലെ എനിക്ക് പിന്നെ ഇവൻ്റെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഫാമിലി സപ്പോർട്ട് വലിയതായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ ഈ പ്രിപ്പറേഷൻ സമയത്ത് ഇവിടെ ഇല്ല, അവർ പുറത്തുപോയി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് നിന്ന് പഠിച്ചത് കുറച്ച് ദിവസം ലീവ് എടുത്ത സമയങ്ങളിൽ. അപ്പോൾ വൈഫിൻ്റെ അമ്മയാണ് എനിക്ക് രാവിലെ ഒരു ചോറ് പൊതിയൊക്കെ ഇട്ട് തരും. ഞാൻ എന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിൽ 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൾ നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതെടുത്ത് പുറത്ത് പോയി പഠിച്ച് വൈകുന്നേരം സ്കൂളിൽ പോകുന്ന പോലെയാണ് ഞാൻ ഇന്ന് രാവിലെ 7 മണിക്ക് പൊതിയും കെട്ടി പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്കൊരു സപ്പോർട്ട് മെക്കാനിസം ഉണ്ടായിരുന്നു. വൈഫാണെങ്കിലും വൈഫിൻ്റെ ഫാമിലി ആണെങ്കിലും അവരാണെങ്കിൽ ഫുള്ള് പ്രിപ്പറേഷൻ്റെ ഫുൾ ടൈമിലും സപ്പോർട്ടായിരുന്നു. ഈ പറഞ്ഞ എനിക്ക് ഇൻ്റർവ്യൂയുടെ തലേദിവസം പോലും എനിക്ക് ചുളിഞ്ഞ ഷർട്ടായിരുന്നു. എന്നിട്ട് രാത്രി 10 മണിക്ക് പോയിട്ടാണ് ഞങ്ങൾ ഒരു കട തുറന്ന് ഡ്രസ്സൊക്കെ മേടിക്കുന്നത്. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇവൻ്റെ അത്രയും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഈ പ്രിപ്പറേഷൻ ഫേസിൽ ഉണ്ടായില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ എല്ലാവരും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പിന്നെ നമ്മുടെ പിയർ സ്റ്റഡിയാണ് ഈ ടൈം കൺസ്ട്രെയിന് നമുക്ക് ഒഴിവാക്കാനുള്ളത്. ഈ പറഞ്ഞാൽ ഞങ്ങൾ ടോപ്പിക് ഷെയർ ചെയ്തിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയൊക്കെ മൊത്തം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇവനാണെങ്കിൽ വേറെ ടോപ്പിക്സ് ഇവൻ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്സൊക്കെ എനിക്ക് പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് സ്റ്റാറ്റിക് ടോപ്പിക്സൊക്കെ നമുക്ക് കവർ ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവൻ പറയുന്നത് തന്നെ ഞാൻ നോട്ട് എഴുതിയെടുക്കും. നമുക്കൊരു ടോപ്പിക് കിട്ടി കഴിഞ്ഞാൽ അതിനകത്തൊരു 10 പോയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ അത് പിന്നെ റിവൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അപ്പം പിന്നെ രാവിലെയും വൈകിട്ടും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു പരമാവധി. ഈ പറഞ്ഞ പോലെ പലപ്പോഴും പറ്റിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങൾ, ഇപ്പോൾ സൈലത്തിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള ഓൺലൈൻ മെറ്റീരിയൽ വരെ ഒരുപാട് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഓൺലൈൻ ഞാൻ പണ്ട് UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്ര ഓൺലൈൻ സംവിധാനങ്ങളില്ലായിരുന്നു. ഓൺലൈൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺ ദ ഗോ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പലപ്പോഴും വണ്ടിയിൽ പോകുന്ന സമയത്ത് ഈ PSC ക്ലാസ് കേട്ടോണ്ടാണ് പോവുക. ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ എന്താണെങ്കിലും എന്തെങ്കിലും എനിക്ക് പാട്ട് കേൾക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ല വണ്ടിയിൽ ഓടിക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും കേട്ട് അത് 1.5 ഇട്ടായിരിക്കും കേൾക്കുന്നത്. ഓഫീസിൽ പോകുന്ന സമയത്ത് കേൾക്കും. ഞാൻ പത്തനംതിട്ട ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കും. അങ്ങനെ ഈ പറഞ്ഞ പോലെ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ്റെ ഒരു മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഇച്ചിരി സമയം കിട്ടിയാലും ഒരു പത്രം വായിച്ചാലും എപ്പോഴും ഇതിൽ നിന്ന് ചോദ്യം വരുമോ എന്നുള്ള രീതിയിലുള്ളൊരു ആംഗിളിലാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. അങ്ങനെ എനിക്ക് എൻ്റെ ഈ സമയം മാനേജ് ചെയ്യാൻ എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടിങ് സംവിധാനങ്ങളും എനിക്ക് ഫേവറിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് വന്നത്.
സർ പിന്നെ ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം കുറേ ആസ്പിറൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ KS-ൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് ഒരു വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയല്ല. UPSC-യിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു സെട്ടനായിട്ട് അടുത്ത വർഷം നടക്കുമോ എന്ന് പറയാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ ബ്യൂറോക്രസിക്ക് അത്യാവശ്യമായി നടത്തേണ്ടുന്ന ഒരു അപ്സ്കില്ലിൻ്റെ ഭാഗമായിട്ട് KS തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം KS ഓൾറെഡി 2 തവണ നടത്തി. അത് തന്നെ ഒരു രണ്ടാമത്തെ നമുക്ക് 31 വേക്കൻസി ആണെങ്കിൽ പോലും രണ്ടാമത് ഒരു പ്രസിഡൻ്റ് ഉണ്ടായി. അപ്പം ഇനിയും ഇപ്പം നമ്മൾ ഓൾറെഡി 2021 കയറിയവർക്ക് ഇപ്പോൾ ഒരു പ്രൊമോഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അടുത്തുനിന്ന്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് വേണം. നമ്മുടെ ഒരു ബ്യൂറോക്രസിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു ഈ ഒരു മിഡിൽ മാനേജ്മെൻറ്റിൽ ഇത്ര ഒരു യങ്ങായിട്ടുള്ള ആൾക്കാർ വരിക എന്നുള്ളത്. അത് നല്ല നമ്മളിപ്പോൾ ഈ KS കിട്ടിയിട്ടുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിനൊരു അതൊരു ഊർജ്ജം പകരും. അപ്പോൾ അത് ഇനി അങ്ങനെയാണെങ്കിലും ഭാവിയിലാണെങ്കിലും ഇതിൻ്റെ ആവശ്യകത ഒരിക്കലും നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഭാവിയിലും ഇതുണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് ആ വേക്കൻസിയുടെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വരും. പക്ഷേ എന്തായാലും KS എന്നുള്ളൊരു സംവിധാനം ആവശ്യമാണ്. അത് തുടരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, നമ്മൾ ഈ ഇതിൻ്റെ ഒരു ലേണിംഗ് പ്രൊസീജിയറിനെ പറ്റി പറയുമ്പോഴേ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠനം നടത്തി ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ നമുക്ക് പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി അങ്ങോട്ടുള്ളൊരു KS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഷുഡ് ഗോ ഓൺ. ഇപ്പം നമ്മൾ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് കിടക്കുമല്ലോ, അത് ജോലിയില്ലേ? അതെ. അതേപോലെ ഒരു വർഷം മുന്നേ തന്നെ രജീഷ് നമ്മൾ സംസാരിക്കുന്ന മുന്നേ തന്നെ ഞാൻ ഇവൻ്റെ പറഞ്ഞു, ഞാൻ NCERT നോട്ട്സ് അന്നേ വായിച്ച് 6 to +1 വരെ എത്തിയില്ല, +2 എത്തിയില്ല. +1 വരെയുള്ളതിൻ്റെ ഞാൻ കൺസൈസ് നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. കൺസൈസ്ഡായിട്ട് നോട്ട്സ് എഴുതി ഇങ്ങനെ നമ്മുടെ ഈ വക്കീലന്മാർ ഫയൽ വെക്കും പോലെ ഇങ്ങനെ എല്ലാ ബുക്കിലും ഉണ്ട്. എന്നിട്ട് അതങ്ങാനും കളഞ്ഞു പോയാലും ഒന്ന് ബാക്കപ്പായിട്ട് അത് മാർക്കറിൽ മാർക്ക് ചെയ്ത് എഴുതി ആ ടെക്സ്റ്റിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു I started like 6 months ago. കാരണം ഇത് വരും എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഗുണം വന്നില്ല, ആർക്കെങ്കിലും ഗുണം വരാം. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ സിലബസ് മാറിയെന്ന് വരാം, എന്നാലും ഒരു ബേസിക് ഇത് തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എൻ്റെ മകന് ഉപയോഗം വരാം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും തോന്നുകയാണ് അവന് ഉപയോഗം വരണം തോന്നുകയാണ്, അവർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് കരുതി ഞാൻ തുടങ്ങി. നോട്ടിഫിക്കേഷൻ വൺസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ ആദ്യം ഒരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് തുടങ്ങിയത്. മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നോട്ട്സ് ഉണ്ടാക്കുക, മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പല ഓൺലൈൻ വീഡിയോ ക്ലാസ്സസ് കേൾക്കുക, അങ്ങനെ. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 10 ദിവസം ഒന്നും ലീവ് എടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഫാമിലിയുടെ മാറ്റർ കൂടെ നോക്കണമുണ്ട്. ചില സമയത്ത് അതിൻ്റെ ഒരു 60% പഠിക്കാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഈ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങൾ എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഗുണമായി വന്നത് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത കാര്യമാണ്. അതെ, ആ ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ എനിക്കത് വായിച്ചാൽ മതി. അപ്പം നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 6 to 12 ആണ്. എനിക്ക് തോന്നുന്നു കേരള സിലബസ് കൂടെ KS-ൽ കുറച്ചുകൂടെ ഉപയോഗം വരും തോന്നുന്നു. അപ്പം അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തൊരു നോട്ട് ഉണ്ടാക്കി വെച്ചാൽ ഇറ്റ് വുഡ് ബി വെരി ഗുഡ്. പ്രിപ്പറേഷൻ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഐഡിയൽ ആസ്പിറന്റിനെ സംബന്ധിച്ച്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പ്രിലിംസിന് തന്നെ നമ്മുടെ മെയിൻസിൻ്റെ ഏകദേശം ഒരു രീതിയിൽ എത്തിയിരിക്കണം എന്നുള്ളതാണ്. മെയിൻസ് റെഡി ബിഫോർ പ്രിലിംസ്. അതിൻ്റെ ഒരു കാര്യം കൂടെ വെച്ചാൽ ഇത്തവണത്തെ ഒരു എക്സാമിൻ്റെ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ അത്ര കോമ്പാക്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ഈ ഒരു സിലബസ് ഒന്നും ഈ സമയത്ത് തീർക്കാൻ പറ്റത്തില്ല. കൃത്യം 2 മാസമാണ് പ്രിലിംസിനുണ്ടായിരുന്നത്. ഏകദേശം 2.5-3 മാസമേ ഉള്ളൂ മെയിൻസിന്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ആ സമയത്തിനിടയ്ക്ക് ലക്ഷ്മികാന്ത് പോലൊരു ടെക്സ്റ്റ് പഠിക്കാനുള്ള സമയം പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ നമ്മൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഫ്രം ദ സ്ക്രാച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് പ്രിപ്പറേഷൻ വേണം. നേരത്തെ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബെറ്റർ ലേറ്റ് ദാൻ നെവർ, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. സർ, ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും UPSC പ്രിപ്പറേഷനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് സാറ് ഒന്നിലധികം തവണ UPSC മെയിൻസ് എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ UPSC ഒരു സ്വപ്നമായി കണ്ട ഒരാളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഒരു മധുര പ്രതികാരം കൂടിയാണ് KS സംഭവിച്ചിട്ടുള്ളത്. ഈ KSന്റെ റിസൾട്ട് വന്നപ്പോൾ എന്താണ് ആ ഒരു മൊമെന്റിൽ സാറിന് തോന്നിയത്? സാർ ഒരുപാട് അങ്ങനെ ലൈം ലൈറ്റിലേക്കൊന്നും വന്നിട്ടില്ലാത്ത ഒരാൾ കൂടിയാണ്. എന്താണ് ആ ഒരു മൊമെന്റിൽ സാറിന് തോന്നിയത്? ഒരു റിലീഫാണ് സത്യം പറഞ്ഞാൽ വന്നത്. റിലീഫ് എന്നല്ല പറയാം, സത്യം പറഞ്ഞാൽ KSന്റെ റിസൾട്ട് വന്ന സമയത്ത് ഞങ്ങൾ എൻ്റെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ റിഫ്രഷ് ചെയ്തോണ്ടിരിക്കുക, ഇവിടെ റിസൾട്ട് വന്നു അത്. അപ്പം തന്നെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം ഫസ്റ്റ് ഇടത്തിലേക്ക് 4th ഉള്ളത് പറഞ്ഞപ്പോൾ തന്നെ ഇവൻ തുള്ളിച്ചാടിയൊക്കെ പോയി. ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക, അപ്പോഴാണ് റിസൾട്ട് വന്നത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം എനിക്ക് സൗണ്ട് വരുന്നില്ലായിരുന്നു. ഒരു പറയുമ്പോൾ ഈ വൈഫിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടത് 10 അപ്പോൾ അവൾക്ക് ടെൻഷനായി. അപ്പോൾ തന്നെ പിന്നെ പറഞ്ഞു ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു പ്രത്യേക ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഈ ഒരു റിവെഞ്ച് ആയിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഞാനങ്ങനെ പണ്ടുണ്ടായ UPSCയിലുണ്ടായ പരാജയങ്ങളെ വലിയൊരു റിഗ്രറ്റോടെ കാണുന്ന ഒരു ആൾക്കാരൊന്നുമല്ല. ചിലപ്പോൾ ഞാൻ ആലോചിക്കുന്ന എൻ്റെ കരിയർ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ആവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓരോ സമയത്തും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്നൊരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ പറ്റത്തുള്ളൂ. അന്ന് എനിക്ക് തോന്നിയത് അതാണ് എനിക്ക് ഏറ്റവും മികച്ച തീരുമാനങ്ങളാണ് അന്ന് എടുത്തത്. അതിൽ പിന്നീട് നമ്മൾ റെട്രോസ്പെക്റ്റീവിൽ ആലോചിച്ചിട്ട് അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ജീവിതത്തിലെടുത്ത ഡിസിഷൻസാണ് അതിൻ്റെ വരെ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത്. അപ്പം ആ രീതിയിലൊരു റിവെഞ്ചായിട്ടൊന്നും ഞാൻ കണക്കാക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ എപ്പോഴേക്കോ ഇട്ടൊരു എഫേർട്ട് ഈ പറഞ്ഞ പോലെ, അപ്പോൾ ആ ഒരു എഫേർട്ടിന് ഫൈനലി ഒരു ഫ്രൂട്ട് വരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്. എന്ന് പറയുമ്പോൾ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ച ഒരുപാട് പേര്, എന്നെ പണ്ടുതൊട്ട് അറിയാവുന്ന ആൾക്കാരെല്ലാം എൻ്റെ ഒരു ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലാണ് അവരും മെസ്സേജിനകത്തിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എനിക്ക് സ്വയം തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ്. നമ്മൾ എപ്പോഴോ കാലം കൊണ്ട് നമ്മൾ ഒട്ടിരുന്ന ചെയ്തിരുന്ന എന്തൊക്കെയോ ഒരു കാര്യങ്ങൾക്ക് ഒരു ഫലം വന്നെന്നുള്ളതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അതാണ് എൻ്റെ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സാർ എക്സാക്ട്ലി അതാണ്. അപ്പം ഈ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരായിരുന്നു നിങ്ങൾ. അപ്പം നിങ്ങളുടെ ഒരു UPSC പ്രിപ്പറേഷൻ കാലം തൊട്ട് ഇപ്പോൾ താരതമ്യേന വളരെ സേഫായ സെക്യൂർ ആയിട്ടുള്ളൊരു ജോലി ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങൾ വീണ്ടും പഠിക്കാൻ തയ്യാറാവുന്നു. അത് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് പഠിക്കാൻ തയ്യാറാവുന്നു. ചലഞ്ചസ് എല്ലാം ക്രോസ് ഓവർ ചെയ്ത് പഠിക്കാൻ തയ്യാറാവുന്നു. ഇത് ശരിക്കും നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആസ്പിറൻറ്റ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വലിയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ജീവിതം തന്നെ ഒരു പഠനമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പേഴ്സോണിഫിക്കേഷനാണ് നിങ്ങൾ 2 പേരും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ സാറിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ആ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് സാർ എവിടെയായിരുന്നു? സാറിൻ്റെ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? സാർ ആ സന്തോഷം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത്? ആക്ച്വലി ഞാനും ഇതേപോലെ പ്രോജക്റ്റിൻ്റെ ഫൈനലൈസേഷൻ്റെ റിവിഷൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരുന്നിട്ട് സൈറ്റ് സ്ലോ ആണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നു, റിസൾട്ട് പബ്ലിഷ്ഡ്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്ന്. ഞാനിത് വായിച്ച് അപ്പോഴേ ഞാൻ ബ്ലാക്കൗട്ടായി. എനിക്കൊന്നും ആലോചിച്ചിട്ടും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ കിറിയിരിക്കുക. അപ്പോഴത്തേക്കും ഇങ്ങനെ ഞാനെന്നിട്ട് ഫോണെടുത്ത് നോക്കിയപ്പോൾ സ്ട്രീം 1ഉം സ്ട്രീം 2ഉം വന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ സ്ട്രീം 3 വന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രീം 3ക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്നുള്ളത് ഞാൻ ആലോചിച്ചു. ഇടയ്ക്ക് അന്ന് മെയിൻസിന് 2-3 ദിവസം കഴിഞ്ഞാണ് വന്നത്. അതുവരെ നമ്മളിങ്ങനെ ഉരുകുക. പിന്നെ ആ സമയത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് അതങ്ങനെ പോയി. ഇത് പോകുന്നില്ല. അപ്പം ഞാൻ ഉടനെ രജീഷിനെ വിളിച്ച്, അങ്ങനെ ഇപ്പം നീ സ്വസ്ഥമായിട്ടിരിക്കാം, കൂട്ടുകാരുടെ മനസ്സമാധാനങ്ങളൊക്കെ അതാണ് നമ്മുടെ രീതി. അപ്പോൾ ഞാൻ എടാ ഇങ്ങനെ വന്നിട്ടുണ്ട്, സ്ട്രീം 1ഉം 2ഉം മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ എപ്പോഴത്തേക്ക് ഇതൊന്നും ലാപ്പ് ഫ്രണ്ടിലുണ്ടായിരുന്നു തോന്നുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കും, വേറെ എന്തൊക്കെയോ ഇങ്ങനെ പറയാം, എൻ്റെ സ്ട്രെസ്സ് മാറ്റാന്നുള്ളതാണ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോഴത്തേക്കും എടാ വന്ന് വെറുതെ എന്തായി ഇവിടുന്ന് അനക്കൊന്നുമില്ല, എനിക്കൊന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്കാ തീർന്നു. അപ്പം എന്തായാലും 2 ഇല്ലാന്ന് മനസ്സിലായി. അയാളെയും പെട്ടെന്ന് കാണുമല്ലോ. ഉടനെ ഭാഗ്യം 4 ഉണ്ട്, രക്ഷപ്പെട്ടെ. അത് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഉടനെ അച്ഛനെ വിളിച്ചു, ഫാമിലിയെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ലൈക്ക് അത് കോമഡി എന്ന് വെച്ചാൽ ഇതേപോലെ ഇവൻ്റെ പാരൻസ് ഇല്ലാത്ത പോലെ എൻ്റെ പാരൻസും അപ്പോഴേ ഗുരുവായൂരൊക്കെ പൊക്കൊണ്ട് പോവാച്ച്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വന്നിട്ടില്ല, വൈഫ് വന്നിട്ടില്ല, വൈഫ് വേറെ സ്ഥലത്താണ്. അങ്ങനെ ഒരു
എനിക്ക് ഇതുവരെ ഞാൻ ഈ പറയുന്ന പ്രിലിംസ് വെച്ച് വേറൊരു റിസൾട്ട് ഞാൻ നോക്കിയിട്ടില്ല. എല്ലാം ഇദ്ദേഹം തന്നെയാണ് നോക്കി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ മെയിൻസിൻ്റെ റിസൾട്ട് വന്നപ്പോഴും ഇതേപോലെ നമ്മൾ ഒരുമിച്ചിരിക്കുക. അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടാണ് ഇവൻ്റെ റിസൾട്ട് ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. ഞാൻ ഇതുവരെ എൻ്റെ റിസൾട്ട് ഇതുവരെ ഔദ്യോഗികമായിട്ട് റിസൾട്ടുകളെല്ലാം ചെക്ക് ചെയ്താണ്. ആ സമയത്ത് ഇതുപോലെ ഇലക്ഷൻ്റെ സമയത്ത് സ്കൂളിൽ അവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ എനിക്കിത് കയറാനും പറ്റുന്നില്ല. ഞാൻ ഇതുവരെ ആ ലിസ്റ്റ് കണ്ടിട്ടില്ല. മെയിൻ ലിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞേടാ എൻ്റെ ചോദിച്ചു ഇങ്ങനെ നമ്പർ ഏതെന്ന് വെച്ചാൽ 500 119 ആണെന്ന് തോന്നുന്നു. അതുണ്ടുണ്ട് ഉണ്ടാ നീ 500 119 അല്ലേ? അതെ നിങ്ങളുടെ അങ്ങനെ ഏതായാലും ലൈഫിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് രണ്ടുപേർക്കും ഒരുമിച്ച് അല്ലേ ഒരുപാടുണ്ട്. സർ ഇനി ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കഥ കേൾക്കുമ്പോൾ ആക്ച്വലി നമ്മളുടെ അക്കാഡമിക് ഹെഡ് അസീം സാർ ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. സാറിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ള മൊമെൻറ്റുകളിലൊക്കെ സാർ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിനെ പറ്റിയൊക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഡിസൈനൊക്കെ ആക്ച്വലി സാറാണ് ചെയ്തിട്ടുള്ളത്. ഈ നമ്മളുടെ ഒരു സൈലം IASുമായിട്ട് ഉള്ള സാറിൻ്റെ ഒരു അസോസിയേഷൻ എങ്ങനെയായിരുന്നു? അത് എത്രത്തോളം സാറിൻ്റെ പ്രിപ്പറേഷൻ ഫേസിൽ സാറിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഒരു അസോസിയേഷൻ ഇനീഷ്യലി ഈ പറയുന്ന മെയിൻസിന് ഇദ്ദേഹം ഓൺലൈൻ ചേർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എടുത്തിരുന്നു. അപ്പം നമുക്ക് എല്ലാവരുടെയും തല കിട്ടുമല്ലോ ഉള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സൈലത്തിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഗ്രൗണ്ടഡ് ആയിരുന്നു. ഇൻ റിയാലിറ്റി വരുന്ന രീതിയിൽ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു സ്റ്റാൻഡ് ഔട്ടായിട്ട് തോന്നി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻ്റർവ്യൂ പ്രോഗ്രാമിനാണ് ഞാൻ നേരിട്ട് വരുന്നത്, ഫിസിക്കലി വരുന്നത്. ആൻഡ് അസീം സാർ വാസ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ക്ലാസ് കേട്ടിട്ടല്ലേ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഹീം ഫെൻസ് എന്നുള്ളത് നമുക്ക് ആദ്യം തോന്നുന്നു. അത് ഞാൻ ഇവനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഇത് കാണുന്ന ഇത് നല്ല ഇൻ്റർവ്യൂ ആണ്. സാറിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ആദ്യം, ഓറിയൻറ്റേഷൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. വളരെ സെൻസിബിളായിട്ടാണ് പറഞ്ഞത്. ഇതേ കമൻ്റാണ് എൻ്റെ അടുത്ത് പറയുക, ഹി മെയ്ഡ് സെൻസ്, ഈസ് ടോക്കിംഗ് സെൻസ് എന്നുള്ള രീതിയിൽ. അതിനുശേഷം 1-on-1 സെഷൻ കിട്ടി. ആൻഡ് അതിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി പെർസ്പെക്റ്റീവിൽ. അത് കഴിഞ്ഞ് പിന്നെ മോക്ക് ഇൻ്റർവ്യൂ എടുത്തു. മോക്ക് ഇൻ്റർവ്യൂ ഓൾസോ വെരി ഗുഡ്. ഇൻഫാക്റ്റ് അതിൽ കുറേ ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അതിനെനിക്ക് തോന്നുന്നു 1-2 ചോദിച്ചിരുന്നു എന്നെ. കാരണം എൻ്റെ കൂടുതലും ചോദിച്ചത് ഈ ആയുർവേദ ഡോക്ടറിനെ കിട്ടിയപ്പോഴത്തേക്ക് ആയുർവേദമാണ് ചോദിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ. അപ്പം അതിൽ 1-2 എനിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ട്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിത്ത് സൈലം. ഐ തിങ്ക് യു വിൽ ഹെൽപ്പ് more people out. സാറിൻ്റെ ഒരു എൻ്റെ ഇതുപോലെ തന്നെ ഞാൻ സൈലത്തിൻ്റെ ഓൺലൈൻ പറഞ്ഞ പോലെ ഓൺലൈനിന് ഞാൻ ടെസ്റ്റ് സീരീസ് ആയിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സൈലത്തിൻ്റെ മറ്റേ ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ ഓൺലൈനിലുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടും കൂടെ പോയിട്ട് ഓരോരുത്തർ ചേർന്നിട്ട് കാര്യമില്ല. യാതൊരു ശരിയാണോ എന്നറിയത്തില്ല. എങ്കിലും ഞാൻ ഓരോരുത്തർ ഇവൻ ഷെയർ ചെയ്യുന്ന ഇവനൊരു പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗം എനിക്ക് തരും, ഞാൻ പഠിക്കുന്ന ഒരു ഭാഗം, അങ്ങനെ ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇവനെല്ലാം നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ലെങ്കിൽ പോലും, കാരണം നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പക്ഷേ നല്ല ക്വസ്റ്റ്യൻസ് കാണുമ്പോഴൊക്കെ നമ്മളതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയിരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ മെയിൻസിൻ്റെ സമയത്ത് കൃത്യമായിട്ട് പിന്നെ സൈലത്തിൻ്റെ ആണെങ്കിൽ ആൻസർ കീ എനിക്ക് ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ അത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആൻസർ കീസിലൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവർ ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു വളരെ മെക്കാനിക്കലായിട്ടുള്ള എന്ന് പറയുമ്പോൾ അത് നമുക്കങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റാത്ത പോലൊരു ആൻസർ കീ തരാറുണ്ട്. ഒരു ചിലയിടത്തൊക്കെ ഈ സൈലത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ആൻസർ കീസൊക്കെ വളരെ നല്ലതായിരുന്നു. പറയുമ്പോൾ നമുക്ക് ആക്ച്വലായിട്ട് ഒരു മനുഷ്യൻ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ആൻസർ കീസ് കിട്ടുമായിരുന്നു. അത് നല്ല വളരെ എനിക്ക് വളരെ അപ്പം നമ്മൾക്ക് അതിന് മറ്റേൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആൻസർ എഴുതും, എന്നിട്ട് കീവായിട്ട് വെച്ച് നോക്കുമ്പോൾ യാതൊരു ബന്ധവും തോന്നുക. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ എഴുതിയ മൊത്തം തെറ്റാണോ എന്നൊരു സംശയം വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം അതൊരു ജനറേറ്റഡ് പോലത്തെ ആൻസറൊക്കെ പറഞ്ഞു വരും. അപ്പോൾ പക്ഷേ ഇതാണെങ്കിൽ നമ്മളൊരു മനുഷ്യൻ തന്നെ എഴുതിയ ആൻസർ ആകുമ്പോൾ നമ്മൾ എഴുതിയ പല പോയിന്റുകളും അതിനകത്ത് വന്നിട്ടുണ്ടാകും. കുറച്ചൊക്കെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ അതിങ്ങനെ ഒരു ആൻസേഴ്സ് വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരുപാട് അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നതിനേക്കാളും. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ഹെൽപ്പായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ സ്റ്റേജിലാണെങ്കിലും
സൈലത്തിൻ്റെ ഇൻ്റർവ്യൂവിനാണ് എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് വന്നത്. അതിന് മുമ്പുള്ള ഇൻ്റർവ്യൂ ഇവൻ്റെതും ആദ്യത്തെ ഇൻ്റർവ്യൂ അത്ര തകർന്നിരിക്കുമായിരുന്നു. എൻ്റെ അത്രയും പോയില്ല എങ്കിലും ഒരു ഇച്ചിരി നമ്മളെല്ലാവരും ഒരു സെൽഫ് ഡൗട്ടിൽ നിൽക്കുന്ന സമയത്താണ് സൈലത്തിൻ്റെ മോക്ക് ഇൻ്റർവ്യൂവിന് ഞാൻ വരുന്നത്. അപ്പം ഇവിടെ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ വളരെ നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് തന്നു. ഈ പറഞ്ഞാൽ എനിക്ക് ചെറിയ ബോഡി ലാംഗ്വേജിലൊക്കെ അതൊക്കെ എത്രത്തോളം പരിഹരിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാറ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പറയേണ്ട കാര്യങ്ങൾ അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റാണ്. എന്നോട് പറഞ്ഞു ഇത് കിട്ടും, ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് മതി, ഇത് വെച്ചിട്ട് വൺ ഓഫ് ദ ടോപ്പ് ആയിരിക്കും എന്നുള്ള കാര്യം അന്ന് തന്നെ വസീം സാർ എനിക്ക് അന്ന് തന്നെ അത് പറഞ്ഞു. എൻ്റെ അടുത്തും പറഞ്ഞു ടോപ്പ് വരാൻ സാധ്യതയുണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, വേണമെങ്കിൽ ഒരു മോക്കൂടെ വരാം, കുഴപ്പമില്ല സാർ ഇത് ഓക്കെ. അല്ല ആക്ച്വലി ഈ അതുവരെയുള്ള മോക്കിന് ഞാനും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മോക്കിന് ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷേ ഇൻഫാക്റ്റ് റിനോ മാം ഈ മോക്ക് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ KSൻ്റെ ഒരു ചാർജ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മോക്ക് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞിടാ 2 അടിപൊളി കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഇവരെന്തായാലും കയറും, അവർ രണ്ടുപേരും ഓഫീസേഴ്സാണ്, ഇവരെന്തായാലും കയറും, സ്ട്രീം 3 എന്തായാലും കയറാൻ സാധ്യതയുള്ള 2 പേരാണെന്ന് റിനോ മാം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു. സർ, നമുക്ക് ഈ ആസ്പിറൻസിനോട് വളരെ ഷോർട്ടായിട്ട് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ ആസ്പിറൻസിനോട് എന്താ പറയാൻ പറ്റുക? ഒന്ന്, നിങ്ങളെ സംബന്ധിച്ച് ടൈം മാനേജ്മെൻ്റ് എന്നൊരു ഇഷ്യൂ ഇല്ല. ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ പ്രയോറിറ്റിയാണ്. നമുക്കെല്ലാം വേണം, എല്ലാവരെയും ബാലൻസ് ചെയ്ത് വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിലൊരു ഡെസിഷൻ എടുത്ത് ടൈം വെച്ച് ചിലത് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഒന്ന്. പിന്നെ നമുക്കിപ്പോൾ ഉള്ള പ്രശ്നം നമ്മൾ ChatGPT ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന AI ഫീച്ചേഴ്സ് ഏതായാലും ജെമിനി വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മളെ സംബന്ധിച്ച് ദേ ഡോണ്ട് നീഡ് മെഷീൻസ്. ഒരു ഗവൺമെൻറ് സംവിധാനത്തിന് മെഷീൻസ് അല്ല വേണ്ട, വി നീഡ് ഹ്യൂമൻസ്. അപ്പോൾ നമ്മൾ അതിനൊരു ബാലൻസ് കണ്ടെത്തുക, നമ്മളല്ലാതെ ആക്കരുത്. ഞാൻ പറഞ്ഞു ഈ ആൻസർ കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, വി നീഡ് ഹ്യൂമൻസ് ഓൺലി, ദേ ഡോണ്ട് നീഡ് മെഷീൻസ്. അപ്പം ഇതൊന്നും ഒരു കാരണമല്ല നമ്മളിതൊന്നും UPSC ആസ്പയർ ചെയ്യാതിരിക്കാനോ മറ്റു കാര്യങ്ങളോ ഇതൊന്നും ഒരു കാരണമല്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, ഒരു ലക്ഷ്യമായി കാണുക, അങ്ങോട്ട് ഓടിയെത്താൻ നോക്കുക. വർക്കിനൊരു റിവാർഡ് ഉണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ശരിയല്ലേ സാറിന്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് അതാണ്. നമ്മൾ ഒരു എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തെ വർക്കിൻ്റെ ഒരു കൾമിനേഷനാണ് ഇപ്പോൾ കിട്ടിയത്. നമ്മൾ വിചാരിച്ച് അന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളൊരു IAS ഒക്കെ ആലോചിച്ചാണ് തുടങ്ങിയെങ്കിലും ഇപ്പോഴും എനിക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആസ്പിറൻസ് ആയിട്ടുള്ളവരോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ മൊമെൻറ്റ്. ഈ മൊമെൻറ്റിനെ പരമാവധി ഉപയോഗിക്കുക. ഭാവി എന്താണ് വരാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ള അവസരങ്ങൾ പരമാവധി ഇപ്പം ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ടുക എന്നുള്ളതാണ് പറയാം. ഭാവിയിൽ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സും വേറെ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഭാവിയില്ല, നമുക്ക് ഇപ്പോഴാണ് ആ മൊമെൻറ്റിൽ ജീവിക്കാൻ പറ്റണം, ആ മൊമെൻറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം, ആ രീതിയിലേക്ക് ചെയ്യാം. പിന്നെ KSനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ KS ഇനിയും ഭാവിയിൽ ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ UPSC ആസ്പിറൻസിന് പ്രത്യേകിച്ച് അതിനകത്തുള്ള വലിയ സ്കോപ്പ് ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിന് ഒരു മികച്ച പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സർ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി, രണ്ടുപേരുടെയും ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഒരു സ്വപ്നമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അധികം നമ്മൾ ചിന്തിച്ചിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നത് ആദ്യം ഈ പോസ്റ്റിങ്ങിനെ കുറിച്ചും ഏത് പോസ്റ്റ് ആയിരിക്കും, അതാണ്. സത്യം പറഞ്ഞാൽ ഞാനത് അത്രയും ബോധമായിട്ടില്ല. ആദ്യം നമ്മളെ ഒരു ഗ്രൗണ്ടഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ അച്ചീവ് ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ KS ഒരു പോസ്റ്റ് എന്ന് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു പോളിസി മേക്കിംഗ് ലെവലിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളരും എന്നുള്ളൊരു കരിയർ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ KS പോലൊരു സർവീസ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഭാവിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് ഇപ്പോൾ എൻ്റെ മനസ്സ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് ഭാവിയിലേക്ക് ചിന്തിക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം. ഇപ്പോൾ ബ്ലാങ്ക് ആണ്. സാറോ ആ അവസ്ഥയിലാണോ? ആണ്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ആക്ച്വലി. എവിടെ പോയാലും എന്നെക്കൊണ്ട് ഒരു രൂപയുടെ ഗുണമെങ്കിലും ആർക്കും ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം മുന്നേ ഇരുന്ന സ്ഥലത്തായാലും there should be a recognition that എൻ്റെ ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടാവണം. സോ അതെവിടെ ആയാലും I hope that I can do it. അത്രയും. അപ്പോൾ ഏതായാലും ഒരുപാട് തിരക്കുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച്. എല്ലാ പ്ലാറ്റ്ഫോമുകളും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ, എല്ലാ കമ്മ്യൂണിറ്റിയും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ
തയ്യാറായിരിക്കുന്നൊരു സമയമാണ്, കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ സൈലം IASനോടൊപ്പം നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചരിത്രത്തിൽ നിങ്ങളുടെ പേരുകൾ സുവർണ്ണ ലിപിയിൽ എഴുതപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ സൈലം IASൻ്റെ ക്യാമ്പസ് ഫ്രീക്വൻ്റ്ലി വിസിറ്റ് ചെയ്ത് നമ്മളുടെ ആസ്പിറൻറ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച് സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.